പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി എന്ന് ഞാൻ അറിയുന്നു. ഓബിയച്ചൻ ഇത് എഴുതിയത് കാലങ്ങൾക്ക് മുൻപാണ്. അന്നിങ്ങനെ മനസ്സിൽ തറച്ചതാണ് വിശുദ്ധിയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഡെഫിനിഷൻസുകളിലൊന്ന്. കർത്താവെ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി എന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി എന്ന് ഞാൻ അറിയുന്നു. കുഞ്ഞുനാളിൽ നമ്മളിത് പലതവണ ചെയ്തിരുന്നതാണ്. എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. തമ്പുരാൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാനും എൻ്റെ പ്രയാസങ്ങൾ പറയാനും വേദനിച്ചിരിക്കുന്ന നേരത്ത് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആശ്വാസം അടയാനും ഭാഗ്യമുണ്ടായിരുന്ന ഒരു കാലം ഇങ്ങനെ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അസ്തമിച്ചു തുടങ്ങുമ്പോഴാണ് ഈ സകല വിശുദ്ധരുടെയും തിരുനാളിൽ നമ്മളിങ്ങനെ ഉള്ളുറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, അങ്ങയുടെ വിശുദ്ധിയിലേക്ക് എന്നെ തിരികെ എടുക്കണമേ എന്ന്. വചനം പറയുന്നുണ്ട്. നമ്മൾ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനിടമുണ്ടായിരിക്കട്ടെ. ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. വചനം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മളെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ദൈവഭയത്തിൽ വിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് എത്താൻ ശ്രമിക്കാമെന്ന് പറയണേ. കർത്താവെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അങ്ങയോടുള്ള ഈ അടുപ്പമാണ്. അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ്. അതിലേക്ക് ഞങ്ങളെ തിരികെ എടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തല. ഈ കർത്താവിനെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഈ അശുദ്ധി നമ്മുടെ കാഴ്ചയെ വല്ലാതെ മറയ്ക്കുന്നുണ്ട്. പരമപരിശുദ്ധനായ കർത്താവിനെ ഇങ്ങനെ ദർശിക്കാനായിട്ട് ഹൃദയത്തിൻ്റെ വിശുദ്ധിയില്ലാത്തവർക്ക് പറ്റില്ലെന്നേ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവ് ജനിച്ച സമയത്തുണ്ടായിരുന്ന നക്ഷത്രം യാക്കോബിൻ്റെ കിണറ്റിലേക്ക് വീണുപോയെന്നും ആ നക്ഷത്രം ഇപ്പോഴും അവിടെ തന്നെ ജ്വലിച്ച് കിടക്കുന്നുണ്ടെന്നും ഒക്കെ ഒരു വിശ്വാസമുണ്ട്. ആ കിണറ്റിനകത്ത് എന്ന് നോക്കിയാൽ അതിനെ കാണാനായിട്ട് പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഉള്ള് ശുദ്ധമായിരിക്കണം. നിർമ്മലമായ മനസ്സോടുകൂടെ ആ കിണറ്റിലേക്ക് നോക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ദർശന സൗഭാഗ്യമാണ് ഈ കർത്താവിൻ്റെ തിരുപ്പിറവി അറിയിച്ച നക്ഷത്രത്തെ കാണാനുള്ള ഒരു ഭാഗ്യം. ആലോചിച്ച് നോക്കണം, ഒരു നക്ഷത്രത്തെ കാണാൻ പോലും നമുക്ക് ഹൃദയത്തിൻ്റെ വിശുദ്ധി ആവശ്യമുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവനായ പരമപരിശുദ്ധിയുടെ നിറകുടമായ ആ കർത്താവിനെ കാണണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വീണ്ടും വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഹൃദയശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ഈ നമ്മൾക്ക് അവിടത്തെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോഴും കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നമ്മൾ അവിടുത്തെ കാണും. വചനം ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ അവിടെ നിന്നായിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിനെ കാണും. പക്ഷെ അതിന് ഒരു കാരണം, ഒരു ഡിമാൻഡുണ്ട്. അവിടുത്തെ കാണാമെന്ന് പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കണം. അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കണം. പത്രോസ്ലീഹയുടെ ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. കർത്താവിനെ കാണണം. ഈ ഒരു ചിന്തയില്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ നടന്നു ഒരു പ്രശ്നമില്ല. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ മനസ്സുറപ്പിച്ച്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പിന്നാലെ ഓടി, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളിലും വ്യാപാരങ്ങളിലും മുഴുകി ജീവിച്ചോ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈശോയെ കാണണമെങ്കിൽ, ദൈവദർശനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വഴി വിശുദ്ധിയുടെ വഴിയിലൂടെ പോയേ പറ്റുള്ളൂ എന്നേ. തമ്പുരാൻ
നമുക്കിന്ന് വലിയൊരു ഓർമ്മപ്പെടുത്തൽ തരുന്ന ദിവസമാണ്. ഇത് നമ്മുടെ സാധ്യതയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സകല വിശുദ്ധരുടെയും തിരുനാൾ. അത് മരിച്ചുപോയ നമ്മുടെ മുൻപിൽ മാതൃകകളായി നമുക്ക് മധ്യസ്ഥരായി നിൽക്കുന്ന മനുഷ്യരെ മാത്രം ഓർക്കുന്ന ദിവസമല്ലെന്നറിയണം. നേരെ മറിച്ച് ഇത് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും സാധ്യതയാണ്. പ്രത്യേകിച്ച് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വചനം പറയുന്ന, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും സാധ്യത. അതുകൊണ്ടാണ് ആദിമകാല ക്രിസ്ത്യാനികൾ പരസ്പരം വിളിക്കാനായി ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരുന്നത്. തെസ്സലോനിക്കയിലെ വിശുദ്ധര് അന്ത്യോക്യയിലെ വിശുദ്ധർക്ക് കത്തെഴുതുന്നു എന്ന് പറഞ്ഞിട്ട്, പൗലോസിലേക്കൊക്കെ ഇങ്ങനെ കൊളോസസിലെ വിശുദ്ധർക്ക് ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ ജീവിതത്തിൽ കുറവുകളില്ലാഞ്ഞിട്ടായിരുന്നില്ല. ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമുള്ള മനുഷ്യർ, ഒരുപാട് തെറ്റുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, അവർക്ക് എത്ര തവണ ഈ അപ്പസ്തോലന്മാരെ ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കുന്നുണ്ട്, വാണിംഗ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ അത്രയേറെ ഇടർച്ചകളുണ്ടായിരുന്നു. എന്നിട്ടും തങ്ങളെ വിശുദ്ധരെന്ന് വിളിക്കാൻ, തങ്ങളുടെ സഹോദരങ്ങളെ വിശുദ്ധരെന്ന് അഭിസംബോധന ചെയ്യാൻ അവർ ധൈര്യപ്പെട്ടതിൻ്റെ കാരണം ഇതിലേക്കാണ് തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. ആദിമകാല ക്രിസ്ത്യാനികളുടെ ഈ ഒരു ചൈതന്യം, ഈ ചിന്തകളിലെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയതെന്നാണോ അന്ന് നമ്മൾ ഈ ലോകത്തോട് ഇങ്ങനെ ചേർന്ന്, എൻ്റെ സെക്കുലർ എന്നൊരു പേരിടും. സെക്കുലറാണ്. ഈ ലോകത്തോടിങ്ങനെ ചേർന്ന് പോകരുതെന്ന്, ലോകത്തിൻ്റെ അരൂപിയോട് ചേർന്ന് നിൽക്കരുതെന്ന്, വിജാതീയരുടെ കർമ്മങ്ങളോട് നിങ്ങൾ പൊരുത്തപ്പെടരുതെന്നൊക്കെ വചനം പറയണതിൻ്റെ കാര്യം ഇതാണ്. നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചവൻ്റെ പരിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്, നിയോഗം നമുക്കുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാ തരണേ. വെറും നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ വിളി, നേരെ മറിച്ച് വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഡോണ്ട് കോൾ ഇറ്റ് ഗുഡ് ബട്ട് കോൾ ഇറ്റ് ഹോളി. കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മപ്പെടുത്തല, ഡോണ്ട് കോൾ ഇറ്റ് ഗുഡ് ബട്ട് കോൾ ഇറ്റ് ഹോളി. നല്ലതെന്ന് പറയല്ലേ വിശുദ്ധരെന്ന് പറ, നല്ലതെന്ന് പറയല്ലേ വിശുദ്ധരെന്ന് പറ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും നമ്മളിപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധരാകാൻ വേണ്ടിയിട്ടല്ല. നല്ല കുഞ്ഞുങ്ങളായി ജീവിച്ചാൽ മതി. നല്ല മാർക്ക് വാങ്ങണം, നല്ല ക്യാരക്ടർ ഉണ്ടാവണം, നല്ല ജോലി കിട്ടണം, നല്ല സാലറി സമ്പാദിക്കണം, അതല്ലല്ലോ പ്രധാനപ്പെട്ടത്. ദൈവത്തെ അന്വേഷിക്കുന്ന, അവിടുത്തെ തിരുമുഖം തേടുന്ന, അവിടുത്തെ മുഖം ദർശിക്കാനും മാത്രം ഹൃദയവും മനസ്സും ഒരുക്കിയിരിക്കുന്ന ഒരു വിശുദ്ധരായ ഒരു തലമുറയെ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രതിവചന സങ്കീർത്തനത്തിൽ ആ നിലവിളിയാണ് നമ്മൾ ആവർത്തിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്നവരുടെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. 24-ാമത്തെ സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. ഒരിക്കൽ ഇത് ഈ ഒരു വെറും സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, കൊതിയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്വപ്നമാണ് അങ്ങയുടെ തിരുമുഖം ദർശിക്കാനും മാത്രമുള്ള ഹൃദയവിശുദ്ധി കൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പവിത്രീകരിക്കപ്പെടട്ടെ എന്ന് സ്വർഗത്തിൻ്റെ വിശുദ്ധമായ അഗ്നി കൊണ്ട് ആശീർവദിച്ച് അഭിഷേകം ചെയ്ത് കർത്താവെ, ഒരിക്കൽ അങ്ങയുടെ തിരുമുഖം ദർശിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്ന പ്രാർത്ഥനയോട് ഈ തിരുവോസ്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ജീവനുള്ള മുഖം ദർശിക്കുവാൻ കർത്താവെ, ഹൃദയവിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോട് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറയുന്ന നേരത്ത് അതിൽ ശിഷ്യന്മാർ അവിടുത്തെ കണ്ടതുപോലെ, അപ്പം മുറിച്ചപ്പോൾ അവരവനെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് പോലെ, ജീവനുള്ള അങ്ങയെ അനുഭവിക്കുവാനും മാത്രമുള്ള ജീവിത വിശുദ്ധി കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കാം. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറക്കത്തിന് മുൻപ് നമുക്ക് സ്വയം ഒന്ന് ആലോചിച്ചേ പറ്റുള്ളൂ. എൻ്റെ മക്കള് എന്നെക്കുറിച്ച് ഞാൻ വിശുദ്ധനായ അപ്പനാണെന്ന് പറയൂ, വിശുദ്ധയായ അമ്മയാണെന്ന് പറയൂ.
വിശുദ്ധരായ മക്കളാണെന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് പറയോ? വിശുദ്ധനായൊരു കൂട്ടുകാരനാണെന്ന് എൻ്റെ കൂട്ടുകാരെന്നെക്കുറിച്ച് കോംപ്ലിമെൻ്റ് പാസ്സാക്കുമോ? മറ്റെന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഒരുപാട് സ്നേഹമുള്ളതാണ്, ബാക്കി എന്തൊക്കെ കോംപ്ലിമെൻസും ഇതോളം വരില്ലെന്നേ. കാരണം എൻ്റെ അപ്പനും അമ്മയൊക്കെ വിശുദ്ധരായിരുന്നു എന്ന് ഓർത്തെടുക്കുന്ന മക്കളാണ് പിന്നീട് കത്തോലിക്ക സഭയിലെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്നറിയണം. വിശുദ്ധരായൊരു തലമുറയെ വേണോ? വിശുദ്ധരായ കുഞ്ഞുങ്ങളെ വേണോ? നമുക്ക് ജീവിതം വിശുദ്ധീകരിച്ചേ പറ്റുള്ളൂ. കർത്താവെ, അനുഗ്രഹിക്കണേ എന്ന വിശുദ്ധമായ സ്വപ്നങ്ങൾ കണ്ടുറങ്ങാനുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കുറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,